മൂന്നിൽ മുഖ്യനാര് 24 ഗ്രാൻഡ് ഡിബേറ്റ് തുടരുകയാണ്. ബിഡിഗിലേക്കാണ്. ബിഡിഗ് എന്തായാലും ചർച്ചകൾ ഒരു ഭാഗത്ത് തുടരുന്നു, ചരടുവലികൾ മറുഭാഗത്ത് തുടരുന്നു. എന്ത് ചർച്ച ചെയ്താലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് എല്ലാ മുതിർന്ന നേതാക്കളുടെയും അവസാനത്തെ വാക്യം. ആ വ്യവസ്ഥാപിതമായ മാർഗം അത് മുൻ ചരിത്രങ്ങളെ കൂടി പരിഗണിക്കുമ്പോൾ അത് എന്താണ്, അത് എങ്ങനെയൊക്കെ ഭവിക്കാം, ഈ മൂന്ന് പേരിൽ ആർക്കാണ് വ്യക്തിപരമായി സാധ്യത കൽപ്പിക്കുന്നത്, ഈ വ്യവസ്ഥാപിത മാർഗങ്ങൾ പരിശോധിക്കും. സുഹൈൽ, ഇതിൽ ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായം കേൾക്കാൻ പോവുകയാണല്ലോ. കേന്ദ്ര നിരീക്ഷകരായി AICC നിരീക്ഷകരായി കേരളത്തിലെത്തുന്ന അജയ് മാക്കനും മുകുൾ വാസ്നിക്കും അവർ MLA-മാരുടെ അഭിപ്രായം തേടും. അതിനുശേഷം MLA-മാരുടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു ചില നേതാക്കളുടെ കൂടി അഭിപ്രായം തേടും. അതിനുശേഷം അവർ ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും AICC അക്കാര്യത്തിൽ, ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിവരയിട്ട് പറയുന്നു, ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണമോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. നിലവിൽ അദ്ദേഹം AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയേക്കാൾ ഏറ്റവും അധികം ഈ അധികാരം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഖർഗെ എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായി പ്രസിഡന്റ്, പല കാര്യങ്ങളിലും നിർണായക തീരുമാനമെടുക്കുന്നത് KC വേണുഗോപാൽ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതെ, KC വേണുഗോപാലാണ് ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോൾ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലടക്കം, അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഇതൊക്കെ KC വേണുഗോപാലായിരുന്നു അവസാന വാക്ക്. KC വേണുഗോപാലിൻ്റെ ഒപ്പോടുകൂടി നേരെ ട്രഷറർ എടുത്ത് കൊണ്ടുചെല്ലുക എന്നത് മാത്രമായിരുന്നു സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്നത്. അതിൽ അത്രത്തോളം പവർഫുള്ളായ ഒരു നേതാവാണ് നിലവിൽ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണമോ എന്നതിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കാം. അതിൽ KC വേണുഗോപാലിന്റെ ഇഷ്ടം കേരളത്തിലേക്ക് പോകാനാണെന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണെങ്കിൽ, അദ്ദേഹം അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആ ആവശ്യത്തിന് വഴങ്ങുമോ? അത്രത്തോളം രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ്. VD സതീശനെ സംബന്ധിച്ച് ഈ MLA-മാരിലാണ് VD സതീശൻ പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇത് കൂടാതെ KPCC മുൻ പ്രസിഡന്റുമാരുടെ അഭിപ്രായം തേടിയാൽ അവരിൽ പലരും തന്നെ പിന്തുണച്ചേക്കുമെന്ന് സതീശൻ കരുതുന്നുണ്ട്. K മുരളീധരൻ പിന്തുണച്ചേക്കാം, MM ഹസൻ പിന്തുണച്ചേക്കാം. ആ നിലയിൽ പല KPCC പ്രസിഡന്റുമാരും തന്നെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ട്. MP-മാരുടെ അഭിപ്രായം തേടുകയാണെങ്കിൽ ശശി തരൂർ ഉൾപ്പെടെ ചില MP-മാർ തന്നെ പിന്തുണച്ചേക്കുമെന്ന് VD സതീശൻ കണക്കുകൂട്ടുന്നുണ്ട്. ആ നിലയിലുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയാലും അതെ. പക്ഷേ തന്നെ കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞത് അനുഭവ സമ്പത്ത് മാത്രമാണോ രമേശ് ചെന്നിത്തല അഡ്വാൻറ്റേജ്? അതെ, നിലവിൽ ഇപ്പോൾ അനുഭവ സമ്പത്ത് മാത്രമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതൊരു വിഷയമായി, അതായത് VD സതീശൻ KC വേണുഗോപാൽ തർക്കം വരികയാണെങ്കിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വളരെ വ്യക്തമായി അറിയാം. രമേശ് ചെന്നിത്തലയൊക്കെ ഈ സമ്മർദ്ദമൊക്കെ ചെലുത്തിയാലും പരമാവധി എന്തായാലും, അതായത് വളയ്ക്കുകയുള്ളൂ, ഒടിക്കുകയില്ല എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച്. അദ്ദേഹം പാർട്ടി നേതൃത്വത്തെയോ പാർട്ടിയോ വെല്ലുവിളിച്ച് എടുക്കില്ല എന്നുള്ള ഒരു നിലപാടറിയാം. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും സുപ്രധാനമായ വകുപ്പോ ഒക്കെ കിട്ടിയാലോ എന്നുള്ള ഒരു ചിന്ത കൂടി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിക്കൂടായികയില്ല. മറ്റ് ചില പോംവഴികളൊക്കെ ആരായുന്നുണ്ട് എന്നാണ് അറിയുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ VD സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കാമോ, തെലങ്കാനയിലൊക്കെ ചെയ്തതുപോലെ ആ നിലയിലുള്ള ഒരു ഫോർമുലയ്ക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് VD സതീശൻ ഉപമുഖ്യമന്ത്രിയാവട്ടെ എന്നുള്ള ഒരു തീരുമാനമെടുത്തേക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് നിലപാട് വളരെ നിർണായകം. ഹൈക്കമാൻഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന MLA-മാരുണ്ടല്ലോ, ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാണെന്ന് പറയുമ്പോഴും ഹൈക്കമാൻഡ് ഏറ്റവും പവർഫുൾ അതോറിറ്റിയിൽ ഒരാൾ ഇപ്പോൾ ഇവിടെ CM ആവാൻ താല്പര്യപ്പെടുന്ന. അതെ, അത് മാത്രമല്ല സുഹൈൽ, എന്ന് വെച്ചാൽ ഇതിൽ ഈ MLA-മാർ, ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA-മാർ ഇപ്പോൾ പല പക്ഷത്ത് നിൽക്കുന്ന MLA-മാരൊക്കെ അവർ ആ ഹൈക്കമാൻഡ് നിലപാടിനോട് അങ്ങ് ചേർന്ന് പോയിക്കോളും. ഘടകകക്ഷികളും ഇന്ന ഒരു നേതാവിനെയാണ് ഹൈക്കമാൻഡിന് താല്പര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ സമ്മർദ്ദത്തിനോ വലിയ എതിർപ്പിനോ ഒന്നും പോകില്ല. അവർക്ക് ആരാണോ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് ആ നിലയിൽ പോകാനുള്ള സാധ്യതയാണ് നിലവിലേതായാലും ഇപ്പോൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.